ഒരു അവിഹിതവും ഒരു ഡോഗ് ഉള്ളതിൻ്റെ ഗുണം ഇതാണ് ഇന്നത്തെ ഈ ഷോർട്സ്. നമ്മുടെ ഡോഗ് മാംഗോ 1 വയസ്സ് കഴിഞ്ഞുമൊക്കെ. ഇവള് ഹാഫ് ഹസ്കി, അപ്പൻ ഹസ്കിയും അമ്മ ഗോൾഡൻ റിട്രീവറുമാണ്. കണ്ടാൽ പറയും ഇവൾക്ക് ഗോൾഡൻ റിട്രീവറാന്ന്, ഇവൾ ബ്ലാക്ക് റിട്രീവറാന്നല്ലേ പറയുള്ളൂ. എന്തായാലും ഇത് ആദ്യം നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റ് പറയാം. അതിനുവേണ്ടി വന്നവർ അവിഹിതക്കാർ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 10 തൊട്ട് 12 കെ വരെ ആവുന്നുള്ളൂ എനിക്ക് ദിവസം. ഇതെങ്ങനെ ആവുമെന്ന് വെച്ചാൽ രാവിലെ ഞാൻ പ്രകൃതി ഭംഗിയും ഹരിതാപയും നോക്കി തന്നെ നടക്കാൻ പോകും. ആ സമയത്ത് ഇവളെ കൊണ്ട് പോകാൻ പറ്റില്ല. ഇവൾ സ്ട്രെസ്സ് നമുക്ക് തരും കേട്ടോ. കണ്ട പട്ടികളുടെ ഒക്കെ പുറകെ പോകും. പിന്നെ ഇതെല്ലാം കണ്ണാനെയും വവാലിനെയും നോക്കി അങ്ങനെ ഒക്കെ ഓടും. അതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനത്തിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ രാവിലെ ഇവളെ നടക്കാൻ കൊണ്ടുപോകത്തില്ല, വൈകുന്നേരമാണ് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്. സാധാരണ ഇമ്മാനുവലെ കൊണ്ടുപോകും, പക്ഷേ അവന് പഠിക്കാനുള്ളതുകൊണ്ട് അവന് എക്സാം നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുകൊണ്ട് സൈനസൈറ്റിസും ഉണ്ട്. എൻ്റെ മകനല്ലേ സൈനസൈറ്റിസ് വന്നുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു ക്രോണിക് സൈനസൈറ്റിസ് ആളായിരുന്നു. ഇപ്പം മാറി കേട്ടോ. അത് വരട്ടെ, അത് പിന്നെ പറയാം. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും ഐസും കൂടി ഇവളെ നടത്താൻ കൊണ്ടുപോകണേ. അങ്ങനെ ഇവളെ നടത്തി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു നല്ല സ്റ്റെപ്പ് അങ്ങോട്ട് കയറും കേട്ടോ. അതാണ് ഹെൽത്ത് ബെനിഫിറ്റ്. ഒരു പട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പിള്ളേർക്ക് വല്ല ഐപ്പാഡൊക്കെ കൊടുത്തിട്ട് അവിടെ മൂലയ്ക്ക് ഇരിക്കാൻ പറയാം. പക്ഷേ ഈ പട്ടീനെ പറ്റത്തില്ല. ഇതുങ്ങൾ ഈ പപ്പിയായി കാണിച്ച് നമ്മുടെ ഇങ്ങനെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിച്ചിട്ട് നമ്മളെ നടത്താൻ എന്തായാലും കൊണ്ടുപോകും. എന്ന് വെച്ച് ഞാൻ കൊണ്ടുപോകാറൊന്നുമില്ല, തോമസോ പിള്ളേരൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുപോയതുകൊണ്ട് ഞാനങ്ങ് പറയുന്നുള്ളൂ. എന്നിട്ട് ഇവളുടെ ജന്മകഥ പറയാം കേട്ടോ. ഇവൾ ഞാൻ പറഞ്ഞില്ലേ ഹാഫ് ഹസ്കി ഹാഫ് ഗോൾഡൻ റിട്രീവർ വന്ന് ഇവളുടെ അമ്മേനെ ഉണ്ടല്ലോ ഇവർ ഗോൾഡൻ ഡൂഡിലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിമാൻഡല്ലേ, അതിന് വേണ്ടിയിട്ട് ബ്രീഡ് ചെയ്യുന്ന ഡോഗാണ്. ഞങ്ങൾ ഗോൾഡൻ ഡൂഡിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അതെന്താ പറയുക, അത് വേറൊരു പട്ടി പ്രഗ്നൻ്റോ അല്ലെങ്കിൽ അവരിങ്ങനെ എത്രയോ മാസം കൂടെ വെയിറ്റ് ചെയ്യണം ഗോൾഡൻ ഡൂഡിലിനെ കിട്ടണമെങ്കിൽ. പക്ഷേ ഇവൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നേ. ഇവളുടെ അമ്മ അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മതിൽ ചാടി വന്ന ഒരു ഹസ്കി ചേട്ടൻ്റെ പുത്രിയാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനും ഉണ്ടല്ലോ ഇവളും കുറേ പട്ടികളിൽ ഞങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് പിടിച്ചോണ്ടിരുന്നപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ പോയിട്ടോ. ഒരു ഗോൾഡൻ കളറുള്ള ഒരു ഡോഗും ഇവളും പിന്നെ വേറെ ഒക്കെയായിരുന്നു തോന്നുന്നു. മറ്റേ ഡോഗ് ഉണ്ടല്ലോ അതിനകത്ത് ഏറ്റവും വീക്കായിരുന്നു തോന്നുന്നു. അതെൻ്റെ മടിയിൽ നിന്ന് മാറുന്നില്ലേ. ഇവളാണ് ഒട്ടും വരത്തുമില്ല. അപ്പോൾ കിട്ടാത്ത മുന്തിരിയോടാണല്ലോ മോഹം. അങ്ങനെ കൂട്ടത്തിൽ വരാത്ത പട്ടി അതിനെ ഓടിച്ചിട്ട് പിടിച്ച് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവൾ റിട്രീവർ ആണോ ഹസ്കി ആണോ അവൾക്ക് തന്നെ സംശയം.